കോൺഗ്രസിന്റെ പുതിയ ഭാരവാഹി പട്ടികയെ സംബന്ധിച്ച വാക്ക് തർക്കങ്ങളും ഏറ്റുമുട്ടലുകളും ആരംഭിച്ചു കഴിഞ്ഞു. ഒരു പൊട്ടിത്തെറി പ്രതീക്ഷിച്ചതാണ്, പക്ഷേ ഇത് അവിടം കൊണ്ടൊന്നും നിൽക്കുമെന്ന് തോന്നുന്നില്ല. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പദവി OJ ജനീഷിലേക്ക് എത്തിയപ്പോൾ തുടങ്ങിയ കല്ലുകടി ഇപ്പോൾ പുതുക്കിയ ഭാരവാഹി പട്ടിക പുറത്തു വന്നതോടെ മറ്റൊരു തരത്തിലേക്ക് മാറി എന്നതാണ് സത്യം. സ്ഥിരം മുഖങ്ങൾക്ക് വീണ്ടും സ്ഥാനമാനങ്ങൾ നൽകിയതല്ലാതെ പുതുമുഖങ്ങളെയും പാർട്ടിക്കായി കഠിന പ്രയത്നം നടത്തിയവരെയും അവഗണിച്ചുവെന്ന പരാതിയാണ് വീണ്ടും ശക്തമാകുന്നത്. ഇന്നലെ വരെ കോൺഗ്രസിന്റെ ശക്തനായ വിമർശകനായിരുന്ന സന്ദീപ് വാര്യരെ പോലെയുള്ളവർക്ക് അനർഹമായ തരത്തിൽ സ്ഥാനം നൽകിയെന്ന വിമർശനവും ഉയരുന്നുണ്ട്. സന്ദീപ് വാര്യരെ എന്തിന് ഇത്ര വേഗം വലിയ സ്ഥാനമാനങ്ങൾ നൽകിയെന്ന ചോദ്യവും അന്തരീക്ഷത്തിൽ ഉയർന്നു കഴിഞ്ഞു. ഇതിന് പിന്നാലെ ജംബോ പാർട്ടിയെ ചൊല്ലി AI ഗ്രൂപ്പുകൾക്കും കടുത്ത പ്രതിഷേധമുണ്ട്. ഒന്നിച്ചു നിന്ന് ഇപ്പോഴത്തെ സാഹചര്യത്തെ നേരിടാനാണ് AI ഗ്രൂപ്പുകളുടെ നീക്കം. അതിന്റെ ഭാഗമാണ് ചാണ്ടി ഉമ്മൻ പരസ്യമായി തന്നെ രംഗത്തെത്തിയത് എന്ന് കാണാൻ സാധിക്കും. വർഷങ്ങളായി കോൺഗ്രസിന് വേണ്ടി വിയർപ്പൊഴുക്കുന്ന ഉമ്മൻ ചാണ്ടിയുടെ വിശ്വസ്തരെ അടക്കം അവഗണിച്ചപ്പോൾ ഇന്നലെ കയറി വന്ന സന്ദീപ് വാര്യരെ പോലെയുള്ള നേതാക്കളെ അരിയിട്ട് വാഴിക്കുന്നുവെന്നാണ് ചാണ്ടി ഉമ്മന്റെ വിമർശനം. KPCC സെക്രട്ടറിമാരില്ലാതെ 77 പേരുടെ പട്ടികയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതിൽ തന്നെ സ്ഥിരമായി ഭാരവാഹികളായി തുടരുന്നവരാണ് കൂടുതലും എന്ന് കാണാം. ബാക്കിയുള്ളവയിൽ MLA മാരെ കുടിയിരുത്തിയിട്ടുമുണ്ട്. വനിതാ പിന്നോക്ക പ്രാതിനിധ്യം ഉറപ്പാക്കുമെന്ന് പലതവണ KPCC നേതൃത്വം ആവർത്തിച്ചിട്ടുണ്ട് എങ്കിലും അതിലും വലിയ വീഴ്ചയുണ്ടായിട്ടുണ്ടെന്ന പരാതിയും ശക്തമാണ്. 6 പേരെ പുതുതായി രാഷ്ട്രീയ കാര്യസമിതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പുനഃസംഘടന നടത്തിയിരിക്കുന്നത്. 2011-ൽ UDF സർക്കാർ അധികാരത്തിലിരുന്ന വേളയിൽ പാർട്ടിയും സർക്കാരും തമ്മിലുള്ള ഏകോപനത്തിനായി രൂപീകരിച്ച ഈ സമിതിയാണ് പിന്നീട് രാഷ്ട്രീയ കാര്യസമിതിയായി മാറിയത്. കോൺഗ്രസിന്റെ ഭരണഘടന പ്രകാരം ഇത്തരം ഒരു സമിതി ഇല്ലെങ്കിലും പിന്നീട് അതിനെ കേരളത്തിലെ ഒരു നയരൂപീകരണ സമിതിയായി മാറ്റുകയായിരുന്നു. 58 ജനറൽ സെക്രട്ടറിമാരെയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിലൊക്കെ തന്നെ പഴയ മുഖങ്ങൾക്കാണ് മുൻഗണന. പിന്നെ ഗ്രൂപ്പിന്റെ താല്പര്യമനുസരിച്ച് കുറച്ചുപേരെ കൂടി ഉൾപ്പെടുത്തിയെങ്കിലും പാർട്ടിക്ക് വേണ്ടി കഷ്ടപ്പെടുന്നവരെ ഇക്കുറിയും അവഗണിച്ചുവെന്ന പരാതിയാണ് ആദ്യഘട്ടത്തിൽ പല കോണുകളിൽ നിന്നും പുറത്തു വരുന്നത്. പുതിയ ഭാരവാഹി പട്ടികയിൽ ഗ്രൂപ്പുകളും അത്ര തൃപ്തരല്ല. പട്ടികയെക്കുറിച്ച് വിശദമായി പരിശോധിച്ച ശേഷം പ്രതികരണമുണ്ടാകും എന്നാണ് AI ഗ്രൂപ്പ് വൃത്തങ്ങൾ പറയുന്നത്. തങ്ങളെ പൂർണ്ണമായി കേരളത്തിൽ നിന്നും തുടച്ചു നീക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നതെന്നും അതുകൊണ്ട് തന്നെ ഇനിയുള്ള അവസരങ്ങളെ കാര്യക്ഷമമായി ഉപയോഗിക്കണം എന്നുമാണ് ഇരു ഗ്രൂപ്പുകളുടെയും തീരുമാനം. ഇതിന്റെ ഭാഗമായി യോജിച്ച് മുന്നോട്ട് നീങ്ങാനും ഇരു ഗ്രൂപ്പുകളും തീരുമാനിച്ചിട്ടുണ്ട്.